കേരള രാഷ്ട്രീയത്തിൽ അതായത് കോൺഗ്രസ് പാർട്ടിയിൽ 5 വർഷം തികയ്ക്കാത്ത മുഖ്യമന്ത്രിമാരെ പറ്റിയാണ്. അധികാരത്തിൽ കയറുന്നതിനെക്കാട്ടും കൂടുതൽ അത് നിലനിർത്താനാണ് ശരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ പാട് എന്നുള്ളതാണ്. നമസ്കാരം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് കേരള രാഷ്ട്രീയത്തിൽ അതായത് കോൺഗ്രസ് പാർട്ടിയിൽ 5 വർഷം തികയ്ക്കാത്ത മുഖ്യമന്ത്രിമാരെ പറ്റിയാണ്. പണ്ട് കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് 1960-80 കാലങ്ങളിൽ മിക്ക മുഖ്യമന്ത്രിമാർക്കും 5 വർഷ കാലയളവ് തികയ്ക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ്. അത് ആരൊക്കെയാണ്, എന്തൊക്കെയാണ് കാരണങ്ങൾ എന്നുള്ളത് നമുക്ക് നോക്കാം. ആദ്യത്തേത് കെ കരുണാകരൻ. അദ്ദേഹത്തിന് ആദ്യ ടൈം വന്ന സമയത്ത് 5 വർഷം തികയ്ക്കാൻ സാധിച്ചില്ല. കുറച്ച് നാളുകൾ മാത്രമാണ് ഭരിക്കാൻ സാധിച്ചത്. രാജൻ കേസ് കോൺട്രവേഴ്സി അല്ലെങ്കിൽ പല പ്രശ്നങ്ങൾ മൂലം അദ്ദേഹത്തിന് രാജിവെക്കേണ്ടി വന്നു. പിന്നീട് അദ്ദേഹം 1981 തിരിച്ചു വന്നെങ്കിലും 5 വർഷം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. ഈ പറയുന്ന പോലെ പൊളിറ്റിക്കൽ സപ്പോർട്ട് നഷ്ടപ്പെടുകയും അങ്ങനെ പല പ്രശ്നങ്ങളും കൊണ്ട് അദ്ദേഹത്തിന് തുടരാൻ സാധിച്ചില്ല. രണ്ടാമത്തേത് AK ആന്റണി. അദ്ദേഹത്തിനും ഈ പറയുന്ന പോലെ 5 വർഷ കാലയളവ് പൂർത്തിയാക്കാൻ സാധിച്ചില്ല. കാരണം പല പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റി മുതൽ അങ്ങനെ പല പ്രശ്നങ്ങൾ മൂലം ഈ പറയുന്ന പോലെ 5 വർഷ കാലയളവ് പൂർത്തിയാക്കാൻ സാധിച്ചിരുന്നില്ല. മൂന്നാമത്തേത് ഉമ്മൻചാണ്ടി. അദ്ദേഹത്തിന് 2004 to 2006 കാലങ്ങളിൽ അതായത് ആദ്യ ടൈം ഇതേപോലെ 5 വർഷം പൂർത്തിയാക്കാൻ സാധിച്ചില്ല. പക്ഷെ ഇതേപോലെ അത് പ്രശ്നം, അതായത് 5 വർഷ കാലയളവ് പൂർത്തിയാക്കാൻ പറ്റാത്തതിന്റെ റീസൺ എന്ന് പറഞ്ഞിട്ട് ഇതേപോലെ പൊളിറ്റിക്കൽ ഇൻസ്റ്റബിലിറ്റിയും ഈ പറഞ്ഞ പല അവരുടെ ഉള്ളിൽ, അതായത് ഈ ഇലക്ഷൻ സൈക്കിൾ മൂലം അല്ലെങ്കിൽ പൊളിറ്റിക്സിനുള്ളിൽ തന്നെ പല പ്രശ്നങ്ങൾ മൂലം 5 വർഷ കാലയളവ് പൂർത്തിയാക്കാൻ ആദ്യ ടൈമിൽ സാധിച്ചില്ല എന്നുള്ളതാണ്. ശരിക്കും നമ്മൾ അധികാരത്തിൽ കയറുക എന്നുള്ളത് ശരിക്കും ഒരു എളുപ്പമുള്ള പ്രോസസ്സാണ്. അതായത് അധികാരത്തിൽ കയറുന്നതിനെക്കാട്ടും കൂടുതൽ അത് നിലനിർത്താനാണ് ശരിക്കും കേരള രാഷ്ട്രീയത്തിൽ ഏറ്റവും കൂടുതൽ പാട് എന്നുള്ളതാണ്.